ആമസോൺ കാടിനുള്ളിലെ ഈ ഒരു ലോഡ്ജിലെ എൻ്റെ 7ാമത്തെയും അവസാനത്തെയും ദിവസമാണെന്ന്. ആൻറ്റിയോടും ഇയാനോടും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇന്ന് കിടക്കാനായിട്ട് നമ്മുടെ ഹാമക്കിലേക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. ഇത്രയും ദിവസം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങൾ. ആദ്യത്തെ ദിവസം ഞാനിവരെ കണ്ടപ്പം ഇവിടുത്തെ സ്റ്റാഫായിരുന്നു. പക്ഷേ ഇന്ന് ഞാനിവിടെ തിരിച്ചു പോകുമ്പോഴേക്കും ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. രാവിലെ എണീറ്റ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് പോകുമ്പോഴേക്കും ഐ വാസ് റിയലൈസിങ് സംതിങ്. ഐ എം സേയിങ് ഗുഡ് ബൈ ടു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഓൺ ദി പ്ലാനറ്റ്. Atenda os turistas, os nossos amigos guia. Thank you so much for the food, for washing my clothes, everything. Okay. Thank you so much. ക്ലയ നല്ല ഫുഡ് ഉണ്ടാക്കി തരും. ബേബിസൺ നല്ല മീൻ പിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. Meu nome é Bebezão, eu sou brasileiro, mas estou aqui no Suriname trabalhando, atendendo os turistas. Vim agora do Lodge e estamos aqui no Onotobo. É isso aí, vamos lá. Hello guys, I'm Diógenes Saldanha Hoffman and I'm from Brazil, a state from Rio Grande do Sul. And I'm work here with like a waiter man, okay? And I do the attendment, the guides and the tourist guys, okay? And I meet this guy, very special today for me. Yeah, and today we are saying goodbye. It's not a goodbye, yeah, it's a good start. Yeah. See you again. Yeah, see you again. Yeah. ഇവിടുന്ന് വരുമ്പോഴേക്കും ജോജിനോയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ബ്രസീലിൽ പോയിട്ട് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും കൂട്ടത്തിൽ ഒരാഴ്ച സമയം സ്പെൻഡ് ചെയ്യുന്നത്. സമയം പോയതറിഞ്ഞില്ല. എല്ലാം ആലോചിച്ച് കിടന്ന് നേരം വെളുത്തു കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ബാഗ് പാക്ക് ചെയ്യുകയാണ്. ശരിക്കും ഒരു യാത്ര തുടങ്ങുമ്പം നമുക്ക് എല്ലാത്തിനും ഭയങ്കര ഉത്സാഹമായിരിക്കും. നേരെ തിരിച്ച് ആ യാത്ര അവസാനിക്കുമ്പോഴേക്കും എവിടെയോ ഒരു ചെറിയ സങ്കടം. ഇവരെയൊക്കെ ഇനി കാണാൻ പറ്റുമോ, ഈ ഒരു സ്ഥലത്ത് ഇനി വരാൻ പറ്റുമോ എന്നുള്ളൊരു വിഷമം. ശരിക്കും നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്ന ഒരു ജീവിതം. അതിനകത്ത് ആരെയൊക്കെ കാണുന്നു, എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. Anyway, auntie, good luck today. Yeah, see you thank sometime. Yeah. Brilliant, thank you very much. Yeah, An absolute and pleasure. with your consent. Well done on everything. Okay, see you. Brilliant, good. Thank you so much. Have a Okay. good luck. അപ്പോൾ ഇവർ രാവിലെ ഫിഷിങ്ങിന് പോവാണ് കേട്ടോ. എന്നോടൊരു ബൈയൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിയും ഇയാനും ഇന്നത്തെ അവരുടെ മീൻ പിടിക്കാനായിട്ടുള്ള യാത്രയിലാണ്. അവർ പോയപ്പോഴേക്കും എനിക്കും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം എല്ലാ ദിവസവും ഇതുപോലെ ഞാനും മീൻ പിടിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. Bye bye, good ഇനി luck. മുതൽ എനിക്കത് പറ്റത്തില്ല. അതൊക്കെ ആലോചിച്ച് തിരിച്ച് ക്യാമ്പിലേക്ക് നടന്നു. ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ബോട്ടിൽ Okay, വെച്ചു. See you. I told to him Yeah. to you stay in my bed, okay? My home. Yeah. And you stay working Wi-Fi. on the network. Yeah, okay. Thank you, bro. Stay Thank you so local, much. okay? See you in Brazil. See you in Brazil, okay? May amigo. Tyson, bye bye. See ya. All the best. Bye bye. Bye bye. എന്നെ ബോട്ടിൽ കയറ്റി വിടുന്നതിന് മുമ്പ് ജോജിനോ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞായിരുന്നു. ഹി നെവർ തോട്ട് ഇന്ത്യൻ പീപ്പിൾ ആർ ലൈക്ക് ദിസ്. അവൻ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ കുടുംബത്തിന് കൂടുതൽ 15 ദിവസമെങ്കിലും പോയി താമസിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ബ്രസീലിലേക്ക് വിളിച്ചിരിക്കുന്നത്. യാത്രകൾ ഇനിയും അവസാനിക്കുന്നില്ല. നമുക്ക് കാണാനായിട്ടും എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ഈ ലോകത്ത് പലതുമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും എന്തോ വലിയ കാര്യത്തിൻ്റെ തുടക്കം പോലെയാണ് ഞാനിതിനെ കാണുന്നത്. നമ്മളിന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ശരിക്കും പ്രകൃതി നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെയുണ്ടല്ലോ പീകോക്ക് ബാസിന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് പുഴയുടെ നടുക്കുള്ള സ്ഥലമാണ്, പക്ഷേ ഇവിടെ താഴ്ച കുറവാണ്. അതിൽ ഒത്തിരി കല്ലുണ്ട്. കഴിഞ്ഞ ദിവസം ഫുള്ള് നമ്മൾ ഡീപ്പായിരുന്നു നോക്കിയത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, അതായത് ഇതിനെ ടോപ്പ് വാട്ടറിൽ പിടിക്കണമെന്ന്. ടോപ്പ് വാട്ടറിൽ നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത് ചേഞ്ച് സ്ട്രൈക്ക് അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. ഫിഷ് ഓൺ. പീകോക്ക് ബാസ് ആണ് കേട്ടോ. അടിപൊളി. സൂപ്പർ. എൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ പീകോക്ക് ബാസ് ആണ് നമ്മുടെ ടോപ്പ് വാട്ടറിൽ. ഞാൻ മീനെ കാണിച്ചു തരാം. ഫൈനലി ഞാൻ മീനെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ കണ്ടല്ലോ. കുറച്ചു നേരം പുള്ളി ഒന്ന് ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുവരെ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ വിട്ടെന്ന്. ഹീ സ്വിമ്മിങ് ഗുഡ്.
നമ്മളിവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോവാണ്. ഇവിടെ നമുക്ക് വലിയ സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല. ഓ ഓ അടിപൊളി സ്ട്രൈക്ക്, അടിപൊളി സ്ട്രൈക്ക്. ആ മൈ ഗാഡ്, ബ്യൂട്ടിഫുൾ ഫിഷ്. എന്നാ സ്ട്രൈക്ക് ആയിരുന്നു നോക്കി. ഇതാണ് ബ്ലോപ്പ് കേട്ടോ, കിഡിലൻ. ഓ കം സ്ലോ സ്ലോ. ഓ മൈ ഗാഡ്, അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു. മീനെ കാണിച്ചു തരാം. ആ ഓ നമ്മൾ കുറച്ച് മുമ്പ് പിടിച്ചതിനേക്കാളും വലുതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് പീകോക്ക് ബാസ് എന്ന് പറയുന്നത്. ഇവിടെ തുക്കനാരി എന്ന് പറയും, തുക്കനാര എന്നും പറയും. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള എക്സ്ട്രീംലി പെഡേറ്റർ ആയിട്ടുള്ളൊരു ബീനാണ്. ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടോ. സ്ട്രൈക്ക് 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 സ്ട്രൈക്ക്. അടിപൊളി 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 അടിപൊളി. മീൻ ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഓ സൂപ്പർ. ഇത് കണ്ടല്ലോ. ആ കേട്ടോ, ഇവന്മാർ ചിലത് തന്നെ വിട്ടുപോകാൻ നമുക്ക് നല്ല കാര്യം. കാര്യം വെച്ചാൽ ചെറിയ സൈസായിരുന്നു. നമുക്ക് നല്ല സൈസൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കാം. അല്ലാത്ത വിട്ടുപോയാലും കുഴപ്പമില്ല. ഓ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ബിഗ് വൺ ബിഗ് വൺ. അടിപൊളിയാണ് കേട്ടോ, നല്ല സൈസാണ്, നല്ല സൈസാണ്, നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നല്ല ഫിഷാണ് കേട്ടോ, വലിയ ഫിഷാണ്, വലിയ ഫിഷാണ്, വലിയ ഫിഷാണ്. ഞാൻ കാണിച്ചു തരാം ഇവനെ. ഇതുണ്ടല്ലോ ഇതുണ്ടല്ലോ. ഓ വരുന്നില്ല വരുന്നില്ല. അടിപൊളി. ആഹാ വലിയ മീനാണ് കേട്ടോ. എന്നാ രസമാണ് നോക്കി അവനെ കാണാനായിട്ട്. കുറച്ചും കൂടെ ഫാറ്റാണ് ഇവൻ. ഓ ഓ ഈസി 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 ഈസി. ഇപ്പം ഞാൻ ഗ്രിപ്പർ എടുത്തിട്ടുണ്ട്. കം കം. ഓ ബിഗ് വൺ. ഇത് കണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ലൂറൻ എടുക്കാവേ. ഫസ്റ്റ് നമ്മൾ ലൂറൻ എടുക്കാം. ഓക്കെ, ലൂറൻ എടുത്തിട്ടുണ്ട്. ഞാൻ പിടിച്ചതിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നല്ല സൈസാണ്. അപ്പോൾ ബ്രസീലിയൻ പീകോക്ക് ബാസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ കൂടുതൽ തടിയായിരിക്കും കേട്ടോ. ഇവന്മാർക്ക് നല്ല വിട്ടായിരിക്കും. വാ ഓ ഇത് കണ്ടോ, വാ കണ്ടോ. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇവന്മാർ അറ്റാക്ക് ചെയ്യുന്നത്. പല്ലൊന്നുമില്ല, ഒത്തിരി വലിയ പല്ലുകളൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മളിവനിങ്ങനെ കുടഞ്ഞു കഴിയുമ്പോഴേക്കും ഇവൻ്റെ ഫിൻ പൊങ്ങി വരും. ഇത് കണ്ടോ. അപ്പോൾ പീകോക്ക് ബാസ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവൻ്റെ ദേഹത്തെ കളറാണ് കേട്ടോ. അപ്പോൾ ഗുഡ് സൈസ്. അപ്പോൾ നമ്മളിവനെ പയ്യെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് പയ്യെ വെള്ളത്തിലേക്ക് വെക്കും. വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ബ്രീത്ത് ചെയ്യണം. പിന്നെ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ബ്രീത്ത് ചെയ്യട്ടെ. ഓക്കെ ബൈ, സീ യു ലേറ്റർ. നമ്മൾ ബൈ ഗ്രിപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 കാസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. ഇതിനേക്കാളും വലുതുണ്ട് ഇവിടെ, നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. തിരിച്ചുള്ള യാത്രയിൽ പുഴയിൽ കൂടെ ഒഴുകി വന്ന ആ ഒരു ചാക്ക് ബേബീസിനെടുത്ത് ബോട്ടിൽ വെച്ചു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ലോഡ്ജിലോട്ട് കളയാമെന്ന് പറഞ്ഞു. ശരിക്കും നമുക്കെല്ലാവർക്കും ബേബീസിനെ കണ്ട് പഠിക്കാനായിട്ട് പലതും ഉണ്ട് കേട്ടോ. ഒരാളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതശൈലി ഇതൊന്നുമല്ല ആളെ വലുതാക്കുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അവിടുന്ന് തിരിച്ച് ലോഡ്ജിലെത്തി. ലോഡ്ജ് ഞാനിവിടുന്ന് പോയതുപോലെയല്ല. മഴ കുറഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ ഗ്രീൻ ആൻഡ് പ്ലസൻ്റ് ആയിട്ടുണ്ട്. താമസിച്ച റൂമിലോട്ട് കയറി. റൂമിൽ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചു. ജോജിനോയ്ക്ക് സ്പെഷ്യലായിട്ട് റൂം വന്നിട്ടുണ്ട്. അവൻ്റെ റൂമിൽ ഇൻ്റർനെറ്റ് കിട്ടും, അതുകൊണ്ട് അവൻ്റെ റൂമിൽ താമസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം ജോജിനോയുടെ റൂമിൽ ഞാൻ സ്പെൻഡ് ചെയ്യുകയാണ്. എനിക്ക് അവസാനമായിട്ട് ഒന്നും കൂടെ ആമസോൺ പുഴയിൽ ചൂണ്ടയിടുന്നു പറഞ്ഞപ്പോഴേക്കും ബേബീസൺ വൈകുന്നേരം 1 മണിക്കൂർ എന്നെ ഫിഷിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമ്മളിവിടെ കൂടുതലായിട്ടും കഴിക്കുന്ന കോബി എന്നിവർ വിളിക്കുന്ന ആ ഒരു മീനിനെ മാത്രം എൻ്റെ ചൂണ്ടയുടെ ഇതുവരെ കിട്ടിയില്ല. ആ ഒരു മീനിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ജിഗാണ് കേട്ടോ. ഈ ഒരു പുഴയിലെ വളവിൽ ഒഴുക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ നല്ല താഴ്ചയുള്ളിടത്താണ് കോബി എന്ന് പറയുന്ന ഒരു മീൻ കാണുന്നത്. ബേബീസൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും ബേബീസൺ പറഞ്ഞു കോബി കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് മീൻ പിടിച്ച് നോക്കാം, ശരിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്.
അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കുവാണെങ്കിൽ പുഴ തിരിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലത്ത് തീരെ ഒഴുക്ക് കുറഞ്ഞ നല്ല താഴ്ചയുള്ളൊരു സ്ഥലത്ത് നോക്കി ബേബീസൺ നമ്മുടെ ബോട്ടിനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കധികം ദൂരേക്കൊന്നും ഇടണ്ട, നമ്മളത് തൊട്ടടുത്താണ് ഇടുന്നത്. അതിനുശേഷം നമ്മുടെ ജിഗ് ഫുള്ളായിട്ട് താഴ്ന്ന വരെ വെയിറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ജിഗ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബേബീസനെ വിട്ടിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരുമാണ് ഫിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തറയും മുട്ടിക്കുന്നു, അതിനുശേഷം മേളിലേക്ക് ജിഗ് ചെയ്യുന്നു. നമ്മൾ റിട്രൈവ് ചെയ്യുന്നില്ല. നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്, എന്നാന്നറിയത്തില്ല. വാമ്പയർ ഫിഷ് നോ. ഓ ഗൈസ്, നമുക്കിത് കിട്ടിയിരിക്കുന്ന വാമ്പയർ ഫിഷ് എന്ന് പറഞ്ഞ മീനാണ്. മറച്ച് പല്ലുള്ള മീനാണ്, ഞാൻ കാണിച്ചു തരാവേ. വാമ്പയർ ഫിഷ് ഇതുകൊണ്ടാണേ, ഇത് കണ്ടോ, ഇവൻ്റെ വായിൽ നിറച്ച് പല്ലാണ്. ഇത് കണ്ടോ, ഇതുണ്ട്. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഇവൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യാണ്. ഹുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഫുള്ള് പല്ലാണ് കേട്ടോ, നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ്. ഏകദേശം ഒരു 12 ഇഞ്ച് 14 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. റിലീസ്, നമ്മളിങ്ങനെ റിലീസ് ചെയ്യുവാണ്. അടിപൊളി. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് കിട്ടിയത് കോബിയല്ല, ഫസ്റ്റ് നമുക്ക് വാമ്പയർ ഫിഷാണ് കിട്ടിയത്. എഗെയിൻ നമ്മൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, നമ്മൾ കുറച്ച് ദൂരേക്ക് കാസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഫുള്ള് നമ്മൾ താഴേക്ക് നൂലഴിച്ച് വിടുക. ഫിഷ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. എഗെയിൻ വാമ്പയർ ഫിഷ്. ഓ യാ, എഗെയിൻ. ഇത് കണ്ടല്ലോ, സെയിം ആണ് കേട്ടോ. ഇത് കണ്ടോ, സെയിം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ അവനെ പയ്യെ എടുക്കുവാണ് ചെറുതായിട്ട്. ഇത് കണ്ടോ, കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ കടിക്കും കേട്ടോ. ഇതിന് വാമ്പയർ ഫിഷ് എന്ന് പറയാൻ കാര്യം ഇതാണ്, ഇതിൻ്റെ പല്ലും ഇതിൻ്റെ രൂപമാണ്. നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മളിവനെ പയ്യെ റിലീസ് ചെയ്യുവാണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ പുഴയുടെ ഒഴുക്കില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. പുഴയുടെ ഒഴുക്ക് ഇല്ലാത്തൊരു സ്ഥലമാണ്, ഒരു കോർണറാണ് ഇവിടെ. എഗെയിൻ കോബിയാന്ന് തോന്നുന്നു കേട്ടോ. മോസ്റ്റ് പ്രോബ്ലം കോബിയായിരുന്നു കേട്ടോ, പക്ഷെ നമുക്കത് മിസ്സായി. നമുക്ക് അടുത്തടിച്ചിട്ടുണ്ട് കേട്ടോ, കോബി തന്നെയാണ്. അടിപൊളി. ഞാൻ ഡ്രാഗ് ലൂസ് ഇട്ടിരിക്കുന്നതാണ്, മീൻ കുറച്ച് ഓടട്ടെ. ഇതുവരെ കണ്ടില്ല മീനെ. കോബി ആയിരിക്കും, പിരാന ആകാൻ ചാൻസ് ഇല്ല. നോക്കാം നമുക്ക്. കോബി, അടിപൊളി. ഇത് കണ്ടല്ലോ, അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന മീനാണ് കേട്ടോ. ഇത് കണ്ടോ, പക്ഷെ നമ്മൾ നേരത്തെ പിടിച്ചത്രേ. Piranha eat the tail. Piranha. See? No tail. Okay. അയ്യോ, ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കണ്ടോ, നമ്മുടെ മീൻ ഇവിടം വരെ എത്തിയില്ല. അതിന് മുമ്പ് തന്നെ പിരാന അതിൻ്റെ വാല് കടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അതായത് നമ്മൾ ഒരു 3 മിനിറ്റ് എടുത്തുള്ളൂ മീനിനെ റിട്രൈവ് ചെയ്ത് കയറ്റാനായിട്ട്. ആ ഒരു 3 മിനിറ്റ് ഗ്യാപ്പിൽ പിരാന അതിൻ്റെ വാല് കടിച്ചുകൊണ്ട് പോയി. അപ്പം ശരിക്കും പിരാന അത്രയും ഡേഞ്ചറസ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് വരും. പിരാന ഡേഞ്ചറസ് ആണോ അല്ലയോ എന്ന് ആ വീഡിയോ കണ്ടുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ വരുന്നതാണ് കേട്ടോ. പിരാന കോബി. ഓ, ഫസ്റ്റ് ഉണ്ട്, എൻ്റെ ആദ്യത്തെ കോബിയാണ് കേട്ടോ. ഓ അടിപൊളി. എൻ്റെ ആദ്യത്തെ കോബിയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഞാൻ അവനെ മീനെ കാണിച്ചു തരാം. നല്ല അഗ്രസീവ് ആയിട്ടുള്ള മീനാണ് കേട്ടോ, ഹൈലി പ്രെഡേറ്റർ ആയിട്ടുള്ള മീനാണ്. നമ്മുടെ കാളാഞ്ചീനെ കൂട്ടാണ്. നല്ല ഭംഗിയുള്ള മീനാണ്. നമ്മുടെ കടലിലെ ഒരു കുട്ടൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ് ചെയ്തുണ്ട്, പക്ഷെ വായിൽ നിറച്ച് പല്ലാണ്. ചെയ്തുണ്ടോ, ഫുള്ള് പല്ലാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല വീൽ റിലീസ് അവർ ഇത് കണ്ടാണ്, നല്ല ഭംഗിയുള്ള മീനാണ്. അപ്പോൾ നമ്മളിവനെ റിലീസ് ചെയ്യണം കേട്ടോ. എന്നാ രസമാണെന്ന് നോക്കി, ഇവൻ്റെ കളറൊക്കെ ഇത് കണ്ടോ, കുറേ നല്ല കളേഴ്സ് ഉണ്ട്. സിൽവർ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ചെറിയൊരു ബ്ലൂ ഷെയ്ഡുണ്ട്. അടിപൊളി. ഒരു കാര്യം ചെയ്യാം, നമുക്കിവനെ അധികം ഇത് ചെയ്യണ്ട, നമ്മളിവനെ റിലീസ് ചെയ്യാം. ഇതിൽ പോയിട്ടുണ്ട്. ഗുഡ് ഡേ. യെസ്, ഞാൻ ഈ യാത്ര തുടങ്ങിയതിന് ശേഷം കണ്ട ഏറ്റവും നല്ല സൺസെറ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ.
അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും ഉടനെ എങ്ങും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലോ എന്ന് ഓർക്കുമ്പോൾ കാണുന്ന എല്ലാത്തിനും ചിലപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നും കേട്ടോ. അത് ജീവിതത്തിലെ എല്ലാ കാര്യവും അതുപോലെയാണ്. നമുക്കെന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ നമ്മളെ വിട്ട് പോകുമ്പോഴോ ആയിരിക്കും നമുക്കതിൻ്റെ വില മനസ്സിലാവുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും, ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. അങ്ങനെ ഏകദേശം 15 ദിവസം നീണ്ടു നിൽക്കുന്ന ആമസോൺ യാത്ര ഇന്ന് ഞാനിവിടെ നിന്ന് തിരിച്ചു പോവാണ്. ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ജനൈന ഇതുവരെ എന്നോട് കൂട്ടായിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് പുതിയതായിട്ട് വരുന്ന ആളുകളുമായിട്ട് അവൾ മിങ്കിൾ ചെയ്യാനായിട്ട് കുറേ സമയമെടുക്കുമെന്നാണ്. ക്യാമ്പും പരിസരമൊക്കെ ശരിക്കും മിസ് ചെയ്യും. ഇത്രയും സൈലൻ്റായിട്ടുള്ള, ഇത്രയും ഭംഗിയുള്ള, ഇത്രയും ഓക്സിജനുള്ള ഒരു സ്ഥലം ലോകത്ത് ഇനി കാണുമോ ഇല്ലയോ എന്ന് തന്നെ സംശയമാണ്. ജീവിതത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ആമസോൺ കാടിനുള്ളിലെ ഈ ഒരു 15 ദിവസം. തിരിച്ചുള്ള യാത്രയും അതുപോലെ തന്നെ സ്പെഷ്യലായിരുന്നു. വളരെ ചെറിയൊരു ഫ്ലൈറ്റിൽ ആമസോൺ കാടിൻ്റെ മുകളിൽ കൂടെയുള്ള ഈ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. തിരിച്ചു പോകുമ്പോഴേക്കും എനിക്ക് ഇയാൻ തന്നൊരു പ്രോമിസ് ഉണ്ട്. ഇയാൻ ആക്ച്വലി എൻ്റെ അടുത്ത് അന്ന് പ്രോമിസ് ചെയ്തായിരുന്നു ഫസ്റ്റ് ഡേ നമ്മൾ വന്നപ്പോഴേക്കും ഇയാൻ ഒരു പാട്ട് പാടാന്ന്. ഓക്കെ, ഹീസ് ഗോയിങ് ടു സിംഗ് ഫോർ us. Yeah. So I'll move around as well. Yeah. Okay. Right, you ready? This is called I'm a Drone. Yeah, as a drone. Ready? I can go anywhere, do what I want. Look at the rich, go to Vermont. There's no place I can't go. There's nothing I don't know, 'cause I'm a drone. I'm a drone. I hover over yours, I'm king of the skies. I look at you with my digital eyes. Access all ears, you'll see what I see. If you had the sight of a drone like me, I'm a drone. I'm a drone. A modern world of a peeping Tom. I know where you've been and where you come from. I'm the version of a curtain switcher. I'm a drone and a proper snitcher. I'm a drone. I'm a drone. I love it when the police chase me. I'm not fully legal, but I'm really free. I go flat out over the airport because I know I can't get caught, 'cause I'm a drone. I'm a drone. I'm a drone. I'm a drone.